ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒളിമ്പ് ട്രേഡ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയി ഈ ഒളിമ്പ് ട്രേഡ് എന്ന വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാതെ അതുപോലെ അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൂടാതെ നല്ല ക്യാഷ് ഈ വെബ്സൈറ്റിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബിറ്റ് കോയിൻ, ഈതറിയം പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുന്നതാണ്. വളരെ കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയതിനാൽ നിങ്ങൾക്ക് 100% ഇതിനെ വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതും ഈ വെബ്സൈറ്റ് പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ 24/7 കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രീ ആയി ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല ക്യാഷ് ഉണ്ടാക്കുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കി ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ആ മെസ്സേജ് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർ പറയുകയാണ് ഈ ഗ്രൂപ്പിലേക്ക് അഡ്മിൻസിന് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ വിചാരിച്ചു ഇതെന്ന് മറിമായ വാട്സപ്പിന്റെ പുതിയ ഏതെങ്കിലും അപ്ഡേറ്റ് ആണോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം പ്ലേ സ്റ്റോറിൽ പോയി എൻ്റെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. നോക്കുമ്പോൾ പിന്നെയും ഞാൻ പോയി നോക്കുമ്പോൾ എനിക്ക് ആ ഫീച്ചർ ലഭിച്ചിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫീച്ചർ GB വാട്സപ്പിലാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി GB വാട്സപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ GB വാട്സപ്പും അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. ആ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് അഡ്മിൻ ആണെങ്കിൽ നമുക്ക് മാത്രമേ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഫീച്ചർ GB വാട്സപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എല്ലാ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന രീതിയിലാക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമ്മൾ മാത്രം അയക്കുന്ന രീതിയിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആ ഫീച്ചർ എങ്ങനെയാണ് GB വാട്സപ്പിൽ എനേബിൾ ചെയ്യുക എന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഒറിജിനൽ വാട്സപ്പ് അല്ല, ഞാൻ ഉപയോഗിക്കുന്നത് GB വാട്സപ്പ് ആണ്. കണ്ടില്ലേ, GB വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ, എൻ്റെ ഗ്രൂപ്പാണ് ടെക് ഫോർ മലയാളം. ഇതിലിപ്പോൾ ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടുകയാണ്. വെറുതെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രൂപ്പ് പ്രൊഫൈലിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അവിടെ രണ്ടാമതായി സെൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കാണാം ചൂസ് ഹൂ ക്യാൻ സെൻഡ് മെസ്സേജ് ടു ദിസ് ഗ്രൂപ്പ്. ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഓൾ പാർട്ടിസിപ്പേറ്റ് ആണ്. അത് ഞാൻ മാറ്റി ഓൺലി അഡ്മിൻസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒന്ന് ബാക്കിലോട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തത് അവിടെ കാണാൻ സാധിക്കും. ഇനി ഗ്രൂപ്പ് അഡ്മിൻസിന് മാത്രമേ ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു GB വാട്സപ്പിലെ ഫീച്ചർ അല്ലേ, ഇതെന്തിനാ മോനെ നീ ഞങ്ങളെടുത്ത് പരിചയപ്പെടുത്തുന്നതെന്ന്. കാരണം അവർ പറയുന്നത് ശരിയാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഒരു 80% ആൾക്കാരും ഒറിജിനൽ വാട്സപ്പ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ GB വാട്സപ്പിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ള ഒറിജിനൽ വാട്സപ്പ് യൂസേഴ്സിനൊന്നും അത് ബാധിക്കില്ല എന്നാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അത് തെറ്റാണ്. ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച അതേ ഫോണിൽ എൻ്റെ GB വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. കണ്ടില്ലേ, ഇത് GB വാട്സപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. അതിനുശേഷം എൻ്റെ തൊട്ടപ്പുറത്തായി ഒരു ഫോൺ കാണാൻ സാധിക്കും. അതിലെ വാട്സപ്പ് ഒറിജിനൽ വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചറാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വാട്സപ്പാണ് അത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ച് എൻ്റെ ഫോണിലേക്ക് വരുന്നു. അതിനുശേഷം എൻ്റെ ടെക് ഫോർ മലയാളം ഗ്രൂപ്പിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ ഗ്രൂപ്പ് സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഗ്രൂപ്പ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സെൻഡ് മെസ്സേജ് എന്നുള്ളത് ഓൺലി അഡ്മിൻസ് എന്ന് മാത്രം ആക്കി വെക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഫോണിൽ കാണാൻ സാധിക്കും ഓൺലി അഡ്മിൻസ് ക്യാൻ സെൻഡ് മെസ്സേജ് എന്ന്. അപ്പോൾ ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ GB വാട്സപ്പിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ഫീച്ചർ GB വാട്സപ്പിൽ എനേബിൾ ചെയ്താൽ ബാക്കിയുള്ള എല്ലാ വാട്സപ്പ് യൂസേഴ്സിനെയും അത് ബാധിക്കുമെന്ന്. ഇനി ഞാൻ തിരിച്ച് ഗ്രൂപ്പ് സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൺലി അഡ്മിൻസ് എന്ന് മാറ്റി ഓൾ പാർട്ടിസിപ്പേറ്റ് എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇനി നിങ്ങൾ തൊട്ടപ്പുറത്തെ ഫോണിൽ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിളായി. ഇപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെല്ലാവരും വിചാരിച്ചത് GB വാട്സപ്പിലെ സെറ്റിങ്സ് ആണ്, അത് GB വാട്സപ്പ് ഉപയോഗിക്കുന്നവരെ മാത്രമേ ബാധിക്കുള്ളൂ എന്നാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ മെസ്സേജ് അയക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അഡ്മിൻസ് ഇത്തരത്തിൽ GB വാട്സപ്പ് ഉപയോഗിച്ച് ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. ഇപ്പോൾ ഈ ഒരു ഫീച്ചർ GB വാട്സപ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒറിജിനൽ വാട്സപ്പിലേക്കും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വരുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ആണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക്
ആയിരിക്കും. അതായത് ആ ഗ്രൂപ്പിലുള്ള മറ്റാർക്കും ഒരു മെസ്സേജ് വായിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഫോർവേഡ് ചെയ്യാനും അയക്കാനും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ അവിടെ എനേബിൾ ആയിരിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ലെഫ്റ്റ് അടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്തിടുക. തൊട്ടിപ്പുറത്തായി ഒരു ബെല്ലൈക്കണും വരുന്നതായിരിക്കും. അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടാൽ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട, നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഗ്രൂപ്പ് അഡ്മിൻസിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം അരുൺ.